I'm very clear that the levels of migration are too high and they've got to come down to more sustainable levels. I've been clear about that. It's good to see that the ONS yesterday did say that the levels of migration are now slowing, in their words, which is a welcome step, but we've got more to go. And that's why I announced a policy earlier to clamp down on the number of dependents that students can bring when they're coming here, where we've seen a very significant rise in that. ബ്രിട്ടനിലെ നെറ്റ് എമിഗ്രേഷൻ 7,64,000 കടന്ന് കുത്തനെ ഉയർന്ന് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ ടോറി ഗവൺമെന്റിന്റെ ഹോം സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ക്ലെവേർലി UK ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ സാലറി ത്രഷോൾഡ് 18,600 നിന്നും 29,000 ആയിട്ട് നിജപ്പെടുത്തിയത്. ഈ ഒരു 29,000 അല്ല, 2025 തുടക്കത്തിൽ ഇത് 34,500 ആയിട്ടും അതിനുശേഷം ഏകദേശം 38,700 ആയിട്ട് വർദ്ധിപ്പിക്കാനുമായിട്ടായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. നമുക്കറിയാം, ഈ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു അന്ന് വന്നിരുന്നത്. അതായത് ബ്രിട്ടനിലെ സാധാരണ ഒരാൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരാളെ വിവാഹം ചെയ്തുകൊണ്ട് UK വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാകും. ഇപ്പോൾ 18,600 പൗണ്ട് സാലറി വാങ്ങുന്ന ഏതൊരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർക്കൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്പൗസിനെ UK കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഈ ഒരു വലിയ സാലറി വർധനവ് ഒരു 34,500 അല്ലെങ്കിൽ 38,700 വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സാധാരണ ഒരു ബ്രിട്ടീഷുകാരന് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് UK കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അതിനുശേഷം വന്ന ഇലക്ഷനിൽ നമ്മളെല്ലാവരും കണ്ടതാണ്, കൺസർവേറ്റീവ് പാർട്ടി അടിപതറി. അതിനുശേഷം ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റാണ് UK ഭരണത്തിലിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യുവറ്റ് കൂപ്പർ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നു. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കല്യാണം കഴിച്ചുകൊണ്ട് UK ജോലി ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഒരു എത്ര സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പെൻഡിനെ UK കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നെറ്റ് എമിഗ്രേഷന് പ്രതിവർഷം 3 ലക്ഷമായിട്ട് കുറയ്ക്കാനായിരുന്നു മുൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. ഇത് 2025 തുടക്കത്തോടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാലറി ത്രഷോൾഡ് 34,500 പൗണ്ടിലേക്കും തുടർന്ന് 38,700 പൗണ്ടിലേക്കും ഉയർത്താനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. മാക്കിൻ്റെ പ്രൊഫസർ ബ്രയാൻ ബെല്ലിന് യുവറ്റ് കൂപ്പർ അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ ഈ ഒരു കുടിയേറ്റ നയം ഉൾപ്പെടെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് ന്യായവും യോജിച്ചതുമായിട്ടുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് റിവ്യൂ ചെയ്തുകൊണ്ട് ഒരു ഫിക്സഡ് സാലറിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ ഹോം സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 6-7 മാസമായിട്ട് കാണുന്നതാണ് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസക്കാരെ അവർ നിർത്തലാക്കി. അതുപോലെ തന്നെ കെയർ വിസകളിൽ വന്ന ഡിപ്പെൻഡൻറ്റ് വിസക്കാരെ എല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇപ്പോഴ് നിർത്തലാക്കി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ വളരെയധികം കുതിച്ചുയർന്നുകൊണ്ടാണ് ഇതേപോലെയുള്ള കെയർ വർക്കറെയും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസക്കാരെ അവർ നിർത്തലാക്കിയത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു സാലറി ത്രഷോൾഡ് 18,600 ആയിരുന്നു 29,000 ആയിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് അവിടെ പോയി ഒരാളിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരെ വിവാഹം ചെയ്തുകൊണ്ട് UK വരാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ ഹോം സെക്രട്ടറി ഒരു റിവ്യൂ ചെയ്യാനായിട്ട് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ UK ഇങ്ങനെ ഒരാളിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 20,000 അല്ലെങ്കിൽ 25,000 അല്ലെങ്കിൽ 27,000 എത്രയാ ഒരു മിനിമം ആവശ്യകത എന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചോളം വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം സാധാരണ ഒരാൾക്ക് ഇപ്പോൾ ഒരു കേരളമായിട്ടൊക്കെ വന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു 20,000 24,000 പൗണ്ടൊക്കെയാണ് ആനുവലി അവർക്ക് സാലറി കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ ശുപാർശ ചെയ്യുന്നത് 24,000 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഇവിടുത്തെ നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ മാറി വരുന്നുണ്ട്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷനിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. ടോറി ഗവൺമെൻറ്, അതായത് നമ്മുടെ കൺസർവേറ്റീവ് ഗവൺമെൻറ് ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ 3 ലക്ഷത്തിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു 2 വിഭാഗക്കാരെ, സ്റ്റുഡൻറ്റ് വിസക്കാരെയും അതേപോലെ തന്നെ ഈ ഒരു കെയർ വിസക്കാരുടെയും
ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കുകയും ഇപ്പോൾ UK വരുന്ന സ്റ്റുഡൻറ്റ് വിസക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ കെയർ വിസക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. ഈവൻ നമ്മുടെ Tier 2 വിസ കൊടുത്തിരിക്കുന്ന നേഴ്സസിൻ്റെയും എഞ്ചിനീയേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ വിസകളിൽ വളരെയധികം കുറവ് വന്നതോടുകൂടി UK നെറ്റ് എമിഗ്രേഷനിൽ വലിയ ഒരു കുറവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് വീണ്ടും റീതിങ്ക് ചെയ്തു. അതായത് ഈ ഒരു നിയമം ഒരു കാരണവശാലും ഇനിയിപ്പോഴേ പ്രാബല്യത്തിൽ വരാനായിട്ട് സാധ്യത കുറവാണ്. ഏകദേശം ഒരു 9 മാസമാണ് ഈ ഒരു റിവ്യൂവിന് വേണ്ടി ഹോം സെക്രട്ടറി മാക്കിന് നൽകിയിരിക്കുന്നത്. അതിനോടിടയ്ക്ക് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു റിസൾട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയായിരിക്കും. കാരണം ഒരു വലിയ എമൗണ്ടിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. മറ്റൊരു എൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചെറിയ ബോട്ടുകളിലായിട്ട് ധാരാളം ആൾക്കാർ ഓരോ ദിവസവും 100-600 ആൾക്കാർ ഇപ്പോഴും UK വരുന്നുണ്ട്. അതിനും ശക്തമായ നടപടികളാണ് ഗവൺമെൻറ് ഇപ്പോഴേ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ബോർഡറിൽ തന്നെ 100 ഇമിഗ്രേഷൻ ഓഫീസർമാരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോഴേ ബോർഡർ കടന്ന് വരുന്ന ആൾക്കാരുടെ ഈ ഒരു അഭയാർത്ഥികളുടെ എണ്ണത്തിലും ഇനി വരും ദിവസങ്ങളിൽ കുറവ് ഉണ്ടാകാനായിട്ട് പോകുന്നു. അങ്ങനെ ഇപ്പോഴ് നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോഴ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഒന്നും തന്നെ വലിയ രീതിയിൽ UK ആൾക്കാർ വരുന്നത് നമുക്കറിയാം. Tier 2 വിസയൊക്കെ കിട്ടി UK വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം വിരളമാണ് ഈ ഒരു സമയത്ത്. ഇതിനോട് ചേർന്ന് തന്നെ പ്രധാനമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റിക്രൂട്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാതെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഈ വരുന്ന ഒരു മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം ധാരാളം ആൾക്കാർക്ക് UK വന്ന് ജോലി ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാനായിട്ടും ഈ ഒരു നിയമമാറ്റം കൊണ്ട് സാധിക്കും. എന്തായാലും അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു റിവ്യൂവിൻ്റെ റിസൾട്ട് പുറത്തു വരും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.